അമ്മനോട് പറഞ്ഞു, അമ്മേ നമുക്ക് മരിക്കാം, മോളെ കൊണ്ട് ആലുവ ജനസേവ ശിശുവിലാക്കാം, അവളവിടെ നിന്ന് വളരട്ടെ, അതിൻ്റെ മുഖത്ത് നോക്കിയിട്ട് കൊല്ലാൻ തോന്നണില്ല, നമുക്ക് മരിക്കാം, എനിക്ക് മടുത്ത് സത്യം പറഞ്ഞു. നമ്മളെ ചേർത്ത് പിടിക്കേണ്ടവർ നമ്മളിങ്ങനെ അവഗണിച്ച് മാറ്റി നിർത്തുമ്പോൾ സ്വന്തക്കാരും ബന്ധുക്കാരും അങ്ങനെ ചെയ്തു. ഞാനിങ്ങനെ ആരെയും ഇങ്ങനെ കാല് പിടിക്കുന്നൊരു സ്വഭാവം എനിക്കില്ല, ഇപ്പോഴും ഇല്ല. അപ്പം ആ ഒരു ഇതിൽ ഞാൻ ഫൈറ്റ് ചെയ്തു. പിന്നെയും മരിക്കണം, എന്തിനാ ജീവിക്കണം, പക്ഷേ മരിക്കണ്ടെന്ന് തന്നെ മനസ്സുണ്ട്. അപ്പം പറഞ്ഞു തരുകൊണ്ട് പ്രസവം കഴിഞ്ഞു. അത് നമുക്കറിയില്ലല്ലോ പ്രസവിക്കാനുള്ളതാണെന്ന്. നമ്മുടെ വിചാരം ബാത്റൂമിൽ പോകണം, എനിക്ക് കക്കൂസിൽ പോകണം എന്നൊക്കെ ഉള്ള ടെൻഷനാണ്. എനിക്ക് വേണ്ടി ദൈവം മറിച്ചിട്ട് തെങ്ങാണ്. അങ്ങനെ അത് 3 ദിവസം കുറുക്കി തന്നു രാവിലെ. അതാണ് എൻ്റെ ദേഹരക്ഷ. വേറെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പല്ല് വെക്കൂല, പല്ല് വെച്ചാൽ വിശക്കും. പിന്നെ പിടിച്ചാൽ നിൽക്കാൻ പറ്റില്ല. ഞാൻ ഈ പട്ടിണിയെല്ലാം അനുഭവിക്കണം, അതെൻ്റെ കർമ്മത്തിലുള്ളതാണ്. അപ്പം നമ്മൾ അനുഭവിക്കാനുള്ളത് വരാനുള്ള പാണ്ടിലോറി വിളിച്ചും വരും. അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രയും ചെക്കന്മാരുണ്ടായിട്ട് ബാംഗ്ലൂരിൽ നിന്നൊരു ചെക്കൻ വരുമോ കേട്ടാൻ? ഞാൻ ഈ കല്യാണം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യമൊക്കെ പുള്ളി പറയും വട്ടാണല്ലേ, എനിക്ക് വട്ടാണെന്ന് പറയും. പക്ഷെ ഞാൻ പറയണ കാര്യം സംഭവിക്കുമ്പോൾ എടീ അത് സംഭവിച്ചു. പിന്നെ ഒരാളിപ്പം മരിക്കാൻ പോയാണെങ്കിലും ആൾ ഇന്ന ദിവസം ഇന്നപ്പം മരിക്കും. അത് ഞാൻ പറയും, നീ ജീവിക്കണം, നീ മരിക്കരുത്. പല കാര്യങ്ങളും നിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകും, പക്ഷെ നീ മരിക്കരുത്, നീ തരണം ചെയ്യണം. ഞാൻ നിൻ്റെ കാല് പിടിക്കും, നിനക്ക് നല്ലൊരു ജീവിതമുണ്ട്, പക്ഷെ നീ ഇതെല്ലാം അനുഭവിച്ച് പോകേണ്ടതാണ്. കഴിഞ്ഞ ജന്മം ചെയ്ത പാപങ്ങളാണിത്. പിന്നെ എനിക്ക് ഞാൻ സമ്പാദിക്കണം ശരിക്കും ലോകത്തിലുള്ള കുറേ അനാഥർക്ക് വേണ്ടിയിട്ട്. മോള് ഇപ്പം എന്ത് ചെയ്യുന്നു? ഒരു മോളേ ഉള്ളൂ? ഒരു മോളുള്ളൂ. അപ്പം അങ്ങനെ പ്രസവിച്ച് 8-ാം മാസത്തിൽ പ്രസവിച്ച് ആസ്പത്രി കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞേ കൊച്ചിനെ ചൂടിലിടണം, 8-ാം മാസത്തിലേ കടന്നിട്ടുള്ളൂ, ഇവിടെ അതിനുള്ള സജ്ജീകരണമില്ല, നേരെ എറണാകുളത്തേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഇവരെവിടെ നിന്നൊക്കെ ഓടി നടന്ന ചേട്ടന്മാരൊക്കെ കൂടി. അപ്പോൾ അച്ഛൻ പാവം നടന്നു ഒറ്റക്ക്, അച്ഛന് കയറാൻ വണ്ടിയിൽ കഴിവില്ലഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ അച്ഛൻ ആ വാരാത്രി നടന്ന് ആശുപത്രിയിൽ വന്നു. വേറൊരു ചേട്ടനും കൂടി, വേണുന്നറ ചേട്ടനും കൂടി വന്നു. അപ്പോക്കും വേണിച്ചേട്ടനൊക്കെ വണ്ടിയിലുണ്ടായി കേട്ടോ. അച്ഛനൊറ്റ വേറെ ചേട്ടനും കൂടി വന്ന് കഴിഞ്ഞപ്പോഴേക്കും എവിടെ നിന്നൊക്കെയോ ഒരു അംബാസിഡർ കാറ് കൊണ്ടുവന്ന് തിങ്ങി ഞെരഞ്ഞ് എല്ലാം കയറാൻ പറ്റുന്നവരും എല്ലാവരും കയറി. അവസാനം വേണിച്ചേട്ടൻ കയറാൻ നോക്കിയിട്ട് വേണിച്ചേട്ടൻ ഇരിക്കാൻ പറ്റാതാണ്ട് ഇറങ്ങി. അതിൻ്റെ അച്ഛനും വേണിച്ചേട്ടനും കൂടി നടന്നു പോയി. ഞങ്ങളെല്ലാവരും കൂടി ആശുപത്രി ചെന്നു. അപ്പം ഞങ്ങൾ മടക്കി കൊണ്ടുവന്നതുകൊണ്ട് ആരും വലിയ മൈൻഡില്ലായിരുന്നു. അതുവരെയും നമ്മൾ പൈസ കൊടുത്തതൊക്കെ പറോരോ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്കല്ലേ, ഇവര് നമ്മൾ ആദ്യത്തെ പേഷ്യൻ്റ് അല്ലേ. അപ്പം ആരും വലിയ മൈൻഡില്ലാതെ അവിടെ ഇട്ടേക്കായിരുന്നു. വെള്ളം മൊത്തം ഇങ്ങനെ പോയി തോന്നുന്ന സിസ്റ്ററും പിന്നെ പഠിക്കണ കുട്ടികൾ ഇടക്കിടക്ക് വരും, നമ്മളെ ചെക്കപ്പ് ചെയ്യും, പോകും. ഇങ്ങനെ ആയി. വൈകുന്നേരം പിറ്റേ ദിവസം 4 മണിയായിട്ട് 6 ഒരു പരിപാടിയില്ല, വേദനയോട് ഞാൻ ചാവേണ്. അപ്പം എൻ്റെ നാട്ടിലെ ചേച്ചിമാർ പ്രഭ ചേച്ചി, രാധ ചേച്ചി, ശ്യാമള ചേച്ചി അവരൊക്കെ ഉണ്ട്. അപ്പം രാധ ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ കിടപ്പുണ്ട് നെഞ്ചുവേനായിട്ട്. അപ്പം അവിടെ വന്നതുകൊണ്ടും ഇവരും എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ. ഞാൻ പുറത്തിറങ്ങും, ഇവരൊക്കെ ഇവിടെ മേത്ത് കിടക്കും, ഇവരെ ആശ്വസിപ്പിക്കും. അപ്പോഴും രാത്രി തന്നെ കെട്ടിയവനെ ഡോക്ടറിൻ്റെ ഫോണിൽ നിന്ന്, ആസ്പത്രിയുടെ ഫോണിൽ നിന്ന് പുള്ളിനെ വിളിച്ച്, പുള്ളിയുടെ ജോലി സ്ഥലത്തേക്ക് വിളിച്ച് പുള്ളിനോട് വിവരം പറയിപ്പിച്ചു ഡോക്ടർ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്നോടത്താണ്, ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിലെ ഫോണിൽ നിന്ന് വിളിച്ച് പുള്ളിയും വേറൊരു കൂട്ടുകാരനും കൂടി, മോഹൻ എന്ന ഏട്ടനും കൂടി വന്നു ഇവിടെ ഹോസ്പിറ്റലിൽ നിന്നു. ഞങ്ങളപ്പോൾ ഇവിടെ വന്ന് കയറ്റിയിട്ടാണെങ്കിൽ ഇങ്ങനത്തെ പരിപാടി. പിറ്റേ ദിവസം 4 മണി 6 ആയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ പോയി പറ്റില്ല, ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യണം, വെള്ളമൊക്കെ മൊത്തം പോയി തീർന്നു, ചിലപ്പോൾ കുഞ്ഞിനും അമ്മക്കും പലതും സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞു പേടിപ്പിച്ച്. അങ്ങനെ ആ സമയം കൊണ്ട് ആരും ഇല്ലല്ലോ. ചിറ്റനെ വിളിക്കാൻ പോയി പുള്ളി, ഹസ്ബൻഡ് ചിറ്റനെ വിളിക്കാൻ പോയി ഞാറക്കൽ. ഞാൻ ലേബർ റൂമിൽ കൊണ്ടുതന്നെ പിന്നൊക്കെ ഇടുമല്ലോ, അപ്പുറം മുടിയൊക്കെ പിന്നിട്ട് വെള്ളയൊക്കെ ഇടിച്ച് കഴിഞ്ഞ സമയം കൊണ്ട് എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് ഇതായി. ഞാൻ അയ്യോ എനിക്ക് അക്കൂസേ പോണേ ഞാനിപ്പോൾ തുറപ്പു. ഞാൻ പറയുന്നു കൊച്ചല്ലേ, എനിക്ക് പറഞ്ഞിട്ട് സിസ്റ്ററേ ഞാനിപ്പോൾ എനിക്ക് അപ്പിടണം, നീ അപ്പിട്ടോ, ഞാൻ കോരിക്കോളാം. പറ്റൂല, എനിക്ക് അക്കൂസേ പോകണം. പറ്റൂലടി, നീ ഇവിടെ കിടക്കും, ഇവരൊക്കെ കൂടി പിടിച്ചെന്നെ കിടത്തണം. ഞാൻ കിടന്ന് കരയുന്നു. പറഞ്ഞു തരുകൊണ്ട് പ്രസവം കഴിഞ്ഞു. അത് നമുക്കറിയില്ലല്ലോ പ്രസവിക്കാനുള്ളതാണെന്ന്. നമ്മുടെ വിചാരം ബാത്റൂമിൽ പോകണം, എനിക്ക് കക്കൂസിൽ പോകണം എന്നൊക്കെ ഉള്ള ടെൻഷനാണ്. 22 വയസ്സ് 23 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയണത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പ്രസവമെല്ലാം കഴിഞ്ഞ് ഉടനെ തന്നെ കറക്റ്റ് 4 മണി കേട്ടോ അതേ കൊച്ച് കണ്ട എന്നൊക്കെ പറഞ്ഞ് കാണിച്ച്. അപ്പം നല്ല വെളുത്ത് തുടുത്തൊരു കൊച്ച്. ഇവരെല്ലാവരും അപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഒരു അഴുക്കൊന്നുമില്ല. ഇവർക്ക് ഈ കുട്ടികൾക്കൊക്കെ അഴുക്കുണ്ടെങ്കിൽ സിസ്റ്റർമാർ ചീത്തയൊക്കെ പറയും. നമുക്ക് ഫുഡൊന്നും ഇല്ലല്ലോ മര്യാദക്ക്, കുറേ വെള്ളം കുടിക്കും, തിളപ്പിച്ചിട്ട വെള്ളം കുടിക്കും. പറമ്പിലത്തെ ആളൊക്കെയല്ലേ നമ്മൾ തിന്നണത്. അപ്പോൾ ഈ അഴുക്കൊന്നുമില്ലാത്തതുകൊണ്ട് ഇവർ വെറുതെ ചുമ്മാ ഇങ്ങനെ കഴുകി തുടച്ചെടുത്ത് കൊള്ളാലോ, ഒരു അഴുക്കൊന്നുമില്ല, നല്ലതാണല്ലോ, നല്ല കുട്ടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ്
അഴുക്കുണ്ടെങ്കിൽ ഇവരിങ്ങനെ തേച്ച് കഴുകുകയും കുറേ പാട് വരണമെന്നാണ് പറയുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അച്ഛനമ്മയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പം മനസ്സിലായി. എനിക്ക് ഭയങ്കര ഹാപ്പി. ചുമ്മാ ഇങ്ങനെ വെള്ളം എടുത്ത് ഇങ്ങനെ തുടച്ചിങ്ങനെ ഒപ്പിയെടുത്ത് പിന്നെ ഈ ചൂടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ എന്നെ കൊണ്ട് വാട്ടിലോട്ട് ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ഈ പാല് കൊടുക്കാൻ ഇടക്കൊക്കെയല്ലേ കൊച്ചിനെ കൊണ്ടുവരുള്ളൂ. കൊച്ചാണ് കുടിക്കണില്ല, കണ്ണും തുറക്കണില്ല, 24 മണിക്കൂർ ഉറക്കം തന്നെ. സമയമായിട്ടില്ലല്ലോ വരാൻ, ഇത് പോകുന്നതല്ലേ. പാല് കുടിക്കാതെ എങ്ങനെയാണ്? എനിക്ക് മുലപ്പനിയൊക്കെ വന്നു. പിന്നെ ഞെക്കിക്കളയണം പാല്. പിന്നെ അതിന് മരുന്നിനുള്ള പൈസയൊക്കെ ആണെങ്കിൽ ഭയങ്കര വില ഗുളിക. നമുക്ക് എന്താ താഴെപ്പട്ടണക്കാർക്ക് ഉണ്ടാ. അപ്പം എന്ത് ചെയ്യും ദൈവമേ? അപ്പോഴും ആയില്ല. അവർ റൂമിൽ കിടന്നുകൊണ്ട് ഞാൻ യേശുവേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിക്കണം. അപ്പോൾ സിസ്റ്റർ എടി മാതാവിനെ വിളിക്കടി, യേശുവിനെയും കൃഷ്ണനെ വിളിക്കാതെ നീ മാതാവിനെ വിളിക്കടി. പക്ഷേ ഞാൻ വിളിച്ചത് മൊത്തം ഇവരണ്ടേരിയാണ്. കാരണം എനിക്ക് ഇവരല്ലേ അറിഞ്ഞൂട്. അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് വന്ന് പിന്നെ പനിയായി. അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ ഇത്രയും വില കൂടിയ മരുന്ന് വേണം. മരുന്നിന് എഴുതുന്നിട്ട് ഈ ചീട്ടും വെച്ചിട്ട് ഞങ്ങൾ മുഖത്തോട് നോക്കും നോക്കിയിരിക്കുന്നു. ഇതെന്ത് ചെയ്യും മേടിക്കാനായിട്ട്? ആകെ ടെൻഷൻ. ഈ മരുന്ന് കഴിച്ചാലേ പനി മാറുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ മരിച്ചും പോകാം എന്ന് പറഞ്ഞ് വെട്ടി വിളക്കണം പനി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെന്ന് കിടന്നപ്പോൾ അപ്പുറത്ത് ഇങ്ങനെ വാർഡാണല്ലോ, അപ്പുറത്തൊരുണ്ട്. അതും ഇങ്ങനെ ഒരു വണ്ണം കുറഞ്ഞൊരു പെണ്ണിങ്ങനെ കിടക്കുകയാണ് ഗർഭിണി. ഇതെല്ലാവരും ഭക്ഷണം കഴിക്കണം നോക്കും. അവിടെ നോക്കി ഇവിടെ നോക്കി ഇങ്ങനെ നോക്കുമ്പോൾ അയ്യോ അതിനാരും ഇല്ല, അതിൻ്റെ കൂടെ ആരുമില്ല. എനിക്കാണെങ്കിൽ അമിച്ചിട്ട് അതിന് കൊടുക്ക്. ഇല്ല അതിനാരെങ്കിലും ഉണ്ടാവും, ചിലപ്പോൾ വരും, അവർക്ക് ചിലപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. ഇല്ല അതിനാരും ഇല്ല എന്ന് തോന്നുന്നുണ്ട്. ചുറ്റും ചെന്ന് എൻ്റെ ഈ സമ്മർദ്ദം കൊണ്ട് ചുറ്റും നേരെയാണല്ലോ. ഇപ്പം അത്ര ദൂരമുള്ളൂ. ഭക്ഷണം കഴിക്കുന്നില്ലേ? ഇല്ല പിന്നെ കഴിക്കാം എന്നൊക്കെ ആദ്യം പറഞ്ഞു. പിന്നെ അത് കഴിക്കുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനും കൊടുത്ത് പിന്നെ അവിടെ നിന്ന് പാല് ഒരു പാക്കറ്റ്, പിന്നെ ബ്രെഡ് ഒരു പാക്കറ്റ്, മുട്ട ഒക്കെ തരും. അപ്പോൾ പാല് തിളപ്പിക്കാൻ പോകുമ്പോൾ ഇതിൻ്റെയും ഞങ്ങൾ കൊണ്ടുപോകും. കാരണം ഒരു ഗ്ലാസ് ഇല്ല, ഒന്നും അവർക്കില്ല. അപ്പോൾ പുള്ളി അവർക്കും തിളപ്പിച്ച് ഞങ്ങളുടെ പാത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ കുളിക്കാനുള്ള സോപ്പ്, തോർത്ത്, ഉടുപ്പൊക്കെ ഇങ്ങനെ കൊടുക്കും. മാറാൻ പോലും ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്ന് കൊണ്ടുവന്നിട്ട് അതിനെയും നോക്കാൻ ആരുമില്ല. പോരുന്നവരെ അതിനെയും ഞങ്ങൾ നോക്കി. അപ്പോൾ ഒരു പേര് പറഞ്ഞ്, സ്ഥലവും പറഞ്ഞ്, ചേർത്തല എന്നേ മാത്രമേ അറിഞ്ഞൂള്ളൂ. കറക്റ്റായിട്ടുള്ള സ്ഥലം എനിക്കറിയില്ല. കാരണം നമുക്ക് ചേർത്തലയായിട്ട് വലിയ ടച്ചില്ലല്ലോ. പോയി വർഷങ്ങൾ. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. പുള്ളിയുടെ അച്ഛൻ വന്ന് കൊച്ചിനെ കണ്ട് 1000 രൂപയൊക്കെ തന്നു. അപ്പോൾ അതിനൊരു ബെഡൊക്കെ മേടിച്ച്, താഴെയൊക്കെ ചൂട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് കൊച്ചിനെ ആരെ കൊണ്ട് എടുപ്പിക്കരുത്, കാരണം മാസം തികയാത്ത കുട്ടിയല്ലേ, അപ്പോൾ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരാം, ഒരു മാസം കുളിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചിറ്റ് ഞാനും മാത്രമേ കൊച്ചിനെ എടുക്കുകയുള്ളൂ. വേറെ ആർക്കും എടുക്കാൻ പറ്റൂല. അങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുവന്ന് ഒരു മരമൊക്കെ ആയി. അപ്പോൾ എനിക്കാണെങ്കിൽ ഭക്ഷണം ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും, ചിലപ്പോൾ അതും ഉണ്ടാവില്ല. അപ്പം രാവിലെ ഒന്നും കുളിക്കും. ഒരു തൈലുമില്ല, എണ്ണയില്ല, മരുന്നില്ല, ലേഹ്യമില്ല, ഒന്നുമില്ല. ഒരു കലം വെള്ളം തിളപ്പിച്ച് രാവിലെ കുളിപ്പിച്ച് കമ്മടിച്ച് വന്ന് കിടക്കും. കാരണം പല്ല് തേക്കില്ല. പല്ല് തേച്ച് കഴിഞ്ഞാൽ വിശക്കും. പിന്നെ പിടിച്ചാൽ നിൽക്കാൻ പറ്റില്ല. പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ല് തേക്കാൻ പറ്റില്ല. കിടക്കും. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു നേരം കഴിച്ചാൽ പിന്നെ നമുക്ക് ഉണ്ടാവില്ല. കാരണം അച്ഛന് കൊടുക്കണം, പുള്ളിക്ക് കൊടുക്കണം, ചിറ്റ കഴിക്കണം, അമ്മ കഴിക്കണം, ഞാൻ കഴിക്കണം. കൊച്ചിന് പിന്നെ പാലുണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പുറം നിന്ന തെങ്ങ്, ഞങ്ങളുടെ പറമ്പുമല്ല, ഞങ്ങളുടെ നോട്ടപ്പറമ്പുമല്ല, വേറൊരു നോട്ടപ്പറമ്പിൽ വെറുതെ നിന്ന തെങ്ങ ചുമ്മാ പറഞ്ഞു ഞങ്ങളുടെ വീണ് പുഴയിലേക്ക്. അതായത് നമുക്കിങ്ങനെ കയറി ചെന്ന് പട്ട എടുക്കാവുന്ന രീതിയിലേക്ക് തെങ്ങിൻ്റെ എഴുമേൽ നിന്നിട്ട് ബാക്കി മൊത്തം കരക്കയിൽ. അപ്പോഴാണ് ചിറ്റ പുഴയിലാണ് ഞങ്ങൾ തുണിയാക്കി തരുമ്പോൾ നല്ല വെള്ളമാണെന്ന്. അപ്പോൾ ചിറ്റ പറഞ്ഞേ, ചേട്ടാ അതേ ആ പുഴയിലേക്ക് ആ തെങ്ങ് മറിഞ്ഞ് കിടപ്പുണ്ട്, ചൊട്ടയുണ്ട്, 2-3 ചൊട്ടയുണ്ട്, ഒന്ന് വെട്ടിയെടുക്കുക, ആ പെങ്കൊച്ചിന് അതെങ്കിലും കുറുക്കി കൊടുക്കുക, ദേഹരക്ഷ അങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അച്ഛൻ ഭാഗത്തേക്ക് കൊടുത്തുകൊണ്ട് പോയി 3 ചൊട്ട കിട്ടി. എനിക്ക് വേണ്ടി ദൈവം മറിച്ചിട്ട തെങ്ങാണത്. അങ്ങനെ അത് 3 ദിവസം കുറുക്കി തന്നു രാവിലെ. അതാണ് എൻ്റെ ദേഹരക്ഷ. വേറെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, വേറെ ഒന്നുമില്ല. അത് ദൈവം എനിക്കായിട്ട് ഒരുക്കിയ ചൊട്ടയാണത്. അപ്പോൾ അത് ചൊട്ട എന്ന് പറയുന്ന സാധനം ബെസ്റ്റാണ്. ഇതാരെങ്കിലും കേൾക്കുമ്പോൾ അവർക്ക് അത് കൊടുക്കണം. ചൊട്ട അതിങ്ങനെ അരിഞ്ഞ് നമ്മൾ അരക്കണം. പച്ചരി പോലും ചേർക്കാനുണ്ടായില്ല. അപ്പോൾ പറയും നമ്മൾ കുറേ പേർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്തുകൊണ്ട് തന്നില്ല? അതെന്തുകൊണ്ടാണ്? ഞാൻ ഈ പട്ടിണിയിൽ അനുഭവിക്കണം, അതെൻ്റെ കർമ്മത്തിലുള്ളതാണ്. ഒരാൾക്ക് തരാൻ തോന്നിയാലും അവർക്ക് തരിക്കാനുള്ള മനസ്സ് ഈ കർമ്മം തടയും, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ അനുഭവിക്കാനുള്ളത് വരാനുള്ള പാണ്ടിലോറി വിളിച്ചും വരും. അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രയും ചെക്കന്മാരുണ്ടായിട്ട് ബാംഗ്ലൂരിൽ നിന്നൊരു ചെക്കൻ വരുമോ കെട്ടാൻ? ചേട്ടനിപ്പോൾ എന്നാ ചെയ്യുന്നു? പുള്ളി ഇപ്പോൾ പൊറോട്ടടി ആ അടി തന്നെ ഇപ്പോഴും കൊച്ചിയിൽ. ഇടപ്പള്ളി തന്നെയാണോ? കൊച്ചി.
അന്ന് കൊച്ചിയിലായിരുന്നു. കൊച്ചിയിൽ തന്നെയാണ്. ആ അപ്പൊ നിങ്ങൾ രാവിലെ എറണാകുളത്ത് അവിടെ നിന്ന് വരുമോ? എടപ്പള്ളി അല്ല ചേർത്തലയിൽ വരുമോ? പുള്ളി അവിടെയാണ് സ്റ്റേ ആണ്. ആഴ്ചയിലേ വരുള്ളൂ. ആഴ്ചയിലേ വരുള്ളൂ. ശനിയാഴ്ച രാത്രി വന്ന് ഞായറാഴ്ച ഉച്ചയും പോകും. ആ ഹാ ഹാ ഹാ. അപ്പൊ അങ്ങനെ കുറെ കാലഘട്ടങ്ങൾ നമ്മളുണ്ടായി. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ മടലെല്ലാം പോയി. ആ അപ്പൊ മോൾക്ക് പിന്നെ ഒരുമാതിരിയൊക്കെ ആയി. 1 വയസ്സ് അച്ഛൻ മരിച്ച്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പണിയൊന്നും ഇല്ലാതായപ്പോൾ എനിക്ക് പുള്ളിക്ക് ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ജോലി പോയി. പൊറോട്ട അടിക്കുന്നിടത്ത് പോയി ജോലി പോയി. വീണ്ടും ഞാൻ 56 കഴിയാതെ എങ്ങനെ പുറത്തിറങ്ങുമെന്ന് ഓർത്തിട്ട് 66 ആയപ്പോൾ വീണ്ടും മീൻ കച്ചവടത്തിനൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ കക്ക വാരാനും മീൻ വിൽക്കാനും മടലാനാനൊക്കെ പോയി അങ്ങനെ പോയി. അപ്പോൾ വർഷപ്പാടിൻ്റെ ഇതിലൂടെ പോയാണ്. അച്ഛനും മരിച്ചല്ല. അച്ഛൻ ശരിക്കും വിഷമിച്ച് മരിച്ചതാണ്. കാരണം രാജകുമാരനെ പോലെ വളർത്തിയ മോള് ഇങ്ങനെ കഷ്ടപ്പെടാണ്ടപ്പോൾ ആ ഒരു ഇതിൽ വിഷമിച്ചതായിരിക്കും. കാരണം പെട്ടെന്ന് ഇങ്ങനെ വയ്യാതെ. അപ്പം ഞാനിങ്ങനെ മീൻ കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ അച്ഛനിരുന്ന് കരയോന്ന് അമ്മ പറഞ്ഞു. നമ്മുടെ മോള് അമ്മനെ പോലും മീൻ കച്ചവടത്തിന് വിട്ടിട്ടില്ല. അപ്പം പൊന്നു പോലെ വളർത്തിയ മോള് മീൻ കച്ചവടത്തിനൊക്കെ പോകണമെന്ന് പറയുമ്പോൾ അതൊരു വേദന തന്നെയാണല്ലോ. എൻ്റെ മുമ്പിൽ അച്ഛൻ കരഞ്ഞിട്ടില്ല, പക്ഷെ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ അങ്ങനെ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പട്ടിണിയായി, ശരിക്കും പട്ടിണിയായി. ഒരു പണിക്കും പോകാൻ പറ്റാത്ത രീതിയിലുള്ള പട്ടിണികളൊക്കെ ആയി കഴിയുമ്പോൾ ഈ മോളും പുള്ളിയും ആണെങ്കിൽ ബാംഗ്ലൂർക്ക് പോയി കളഞ്ഞു ആയ സമയത്ത്. പിന്നെ വീടും സ്ഥലവും പോയി. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ പെരുമ്പടന്നേൽ വാടകയ്ക്ക് വീടെടുത്ത് അവിടെ താമസിച്ച്. അത് കഴിഞ്ഞപ്പോൾ പുള്ളി ബാംഗ്ലൂർക്ക് പോയി. പിന്നെ വരുന്നില്ല. പിന്നെ വിളിച്ച് പിന്നെ അവസാനം വന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വന്നില്ലെങ്കിൽ ഞാൻ ഗ്യാസ് തുറന്നിട്ട് ഞങ്ങൾ മരിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ ഗ്യാസ് തുറന്നിട്ട്, പക്ഷെ പുള്ളി വ്യക്തം ചെയ്ത് ഗ്യാസ് പിന്നെ പോയ വഴിയില്ല. പിന്നെ 4.5 വർഷം കഴിഞ്ഞിട്ടാണ് ഗ്യാസ് എടുക്കാൻ പറ്റിയത്. കാരണം ദൈവത്തിനറിയാൻ ഞാനത് ചെയ്യുമെന്ന്. കാരണം ആരെങ്കിലും ഒന്ന് ലൈറ്റ് ഇട്ടാൽ മതിയല്ലോ, പൊട്ടിത്തെറിക്കും. അങ്ങനെ ഒരു പൊട്ടച്ചിന്തൊക്കെ എനിക്ക് കഷ്ടപ്പാട് സഹിക്കാനുണ്ടോ. പട്ടിണിയും പാടും ഒക്കെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ പോയതാണ്. പക്ഷെ ഞാൻ കക്ക വരാൻ പോകുമ്പോഴും വരും എൻ്റെ ഒപ്പം. കക്ക വരാൻ മീൻ തപ്പാൻ പോകുമ്പോഴും വന്നിട്ടുണ്ട്. മടലെല്ലാം പോയപ്പോഴും മടൽ തല്ലിയൊക്കെ തരാൻ വന്നിട്ട് എന്ത് പണിക്കും വരും പുള്ളിക്ക് കൂടെ. അങ്ങനെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അല്ലാതെ ഒരു ഭാര്യ ഭർത്താവ് ബന്ധമല്ല ഞങ്ങളുടെ ഇടയിൽ ശരിക്കും. അപ്പം പുള്ളിയുടെ മനസ്സിൽ അപ്പോഴും ആ പെൺകുട്ടി ആയിരിക്കാം ചിലപ്പോൾ. മനസ്സിലായില്ലേ? അത്രയും സ്നേഹിച്ചതല്ലേ. പിന്നെ ഇത് സഹതാപത്തിന്റെ പുറത്തല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചായിരുന്നു, എനിക്കിങ്ങനെ വയ്യാതെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മോള് ഗർഭിണിയായിരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പണിക്കൊന്നും പോകാന്നിട്ടാണോ അല്ല മനഃപൂർവ്വം കിട്ടാഞ്ഞിട്ടാണോ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ച്. അപ്പം പുള്ളിയൊന്നും മിണ്ടിയില്ല. അപ്പം ഞാൻ പുള്ളിക്കാരത്തി ആണെങ്കിൽ ഇതേപോലെ പട്ടിണിക്കൊക്കെ ഇടുമോ അല്ല ഇതേപോലെ നോക്കാതിരിക്കുമോ ഞാൻ വാവിട്ട് തുറന്ന് ചോദിച്ച്. അവളാണെങ്കിൽ ഞാൻ പൊന്നുപോലെ നോക്കുമെന്ന് പറയും. മനസ്സിലായി? അതെന്നെ വിശ്വസിച്ച് വന്നതല്ലേ, ഞാൻ സ്നേഹിച്ചതല്ലേ. അപ്പം എന്നെ സ്നേഹിച്ചിട്ടില്ലല്ലോ. പോയിൻ്റ് അതാണ്. കല്യാണം കഴിക്കണം, കഴിച്ച് അത്രേ ഉള്ളൂ. അപ്പം അത് ഒരു ബുദ്ധിമുട്ട് എനിക്കുമായി. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴേ പുള്ളി പറഞ്ഞു നിൻ്റെ കാര്യങ്ങൾക്ക് നീ പണിയെടുത്തോളാം, ഞാൻ തരൂല എന്നിങ്ങനെ ഉറപ്പ് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും തരും, അതുകൊണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ബാക്കിയൊക്കെ നീ തേടിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം അന്ന് വീണ്ടും എൻ്റെ പണികൾ ഇങ്ങനെ തുടങ്ങി. ഓരോ പണികൾ കടയിൽ നിൽക്കലും ഇങ്ങനെ ഓരോ പണിക്ക് പോകലും. അപ്പം പിന്നെ എനിക്ക് പറ്റാതെയൊക്കെ കുറേ വന്നു. പറ്റാതെയൊക്കെ വരുമ്പോൾ അപ്പം മോൾക്ക് 2 വയസ്സ് കഴിഞ്ഞ സമയം ആവണ്. അപ്പം ഞാനും അമ്മനോട് പറഞ്ഞു അമ്മേ നമുക്ക് മരിക്കാം, മോളെ കൊണ്ട് ആലുവ ജനസേവ ശിശുവേലാക്കാം, അവളവിടെ നിന്ന് വളരട്ടെ, അതിൻ്റെ മുഖത്ത് നോക്കിയിട്ട് കൊല്ലാൻ തോന്നണില്ല, നമുക്ക് മരിക്കാം, എനിക്ക് മടുത്ത് സത്യം പറഞ്ഞു എന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളൊരു പെൺകുട്ടിയല്ലേ, വയസ്സായൊന്നും പോയിട്ടില്ല. ഇതൊന്നും നടക്കുന്നില്ല. എല്ലാ രീതിയിലും നമ്മളെ ചേർത്ത് പിടിക്കേണ്ടവർ നമ്മളിങ്ങനെ അവഗണിച്ച് മാറ്റി നിർത്തുമ്പോൾ സ്വന്തക്കാരും ബന്ധുക്കാരും അങ്ങനെ ചെയ്ത്. നമ്മുടെ ഭർത്താവ് എന്ന് പറഞ്ഞ വ്യക്തി ജീവിതത്തിലേക്ക് വന്നാണെങ്കിലും നമ്മൾക്ക് ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നില്ല, നമ്മളെ സ്നേഹിക്കുന്ന. എപ്പോഴും ഈ കന്നഡ ബുക്കൊക്കെ വായിച്ച് പുള്ളിയുടേതായ ലോകത്ത് പിന്നെ കിടന്നുറങ്ങുന്നു. ഒന്നിനും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ നടന്നപ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അച്ഛനും അമ്മക്കും മകനെ സ്നേഹമാണ്. മോനെ എന്നാ വിളിക്കണം, ഞാനും മോനെ എന്നാ വിളിക്കണം, അച്ഛനമ്മയും വിളിക്കണ വിളി. അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്ന ഇപ്പോൾ കൊച്ചിനെയും അച്ഛനും മരിച്ച് പുള്ളിയും എങ്ങോട്ടെങ്കിലും പോയി പുള്ളിയും രക്ഷപ്പെടട്ടെ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക്. ഞാൻ കാരണം ആർക്കും ഒരു ഭാരം വേണ്ട എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ചേച്ചിമാരൊക്കെ ചേട്ടന്മാരൊക്കെ പറയും എടാ നീ പോയി ചാവും, നീ ഇത്രയും കഷ്ടപ്പാട് ഞങ്ങളുടെ മുമ്പിലൊന്നും പെട്ടില്ലേ, ഞങ്ങളുടെ മുമ്പിലല്ലേ അനുഭവിച്ചത്, ഇനിയും നീ പെടറി, നിനക്ക് പറ്റുമെങ്കിൽ നീ ഇതേപോലെ ജോലികൾ ചെയ്ത് ആ കൊച്ചിനെ വളർത്ത്, ആരെയും നീ നോക്കണ്ട, അതല്ലേ നീ പോയി ചാവ്, ആ കൊച്ചിനെ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ വളർത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവരങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ശരിയാണല്ലോ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടില്ലേ. ഗർഭിണിയായിരുന്നത് ഇന്നത്തെ കാലത്ത് ഏത് പെൺകുട്ടിയാണ് പോകണത് ഗർഭിണി മീൻ കച്ചവടത്തിന് പോകുമോ? ഒരാളും പോകുമെന്ന് എനിക്ക് തോന്നണില്ല, ഞാൻ കണ്ടിട്ടില്ല. അതും 23 വയസ്സായിട്ടില്ല അപ്പോൾ.
22 വയസ്സ് കഴിഞ്ഞ 22.5 വയസ്സ് കഴിഞ്ഞ സമയത്ത് ആരാണ് പോണത്? ഇന്നത്തെ എൻ്റെ മോള് പോവില്ല തീർച്ചയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോയി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടെങ്കിൽ, ജീവിതത്തിൽ ഇത്ര പടവുകൾ കയറി ഞാൻ താണ്ടി വന്നെങ്കിൽ എന്നെ കാക്കുന്നൊരു ദൈവമുണ്ട്, അതെനിക്ക് ഉറപ്പുണ്ട്. ക്രിസ്തുവും കൃഷ്ണനും ഉണ്ട് നടുക്ക്, ഇത്രയൊക്കെ ഞാൻ അനുഭവിക്കണം. അതുകൊണ്ടായിരുന്നു ഇതെൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. നമുക്ക് ചെയ്യാം. അപ്പോൾ അംഗൻവാടിയിലെ ടീച്ചർ മൺ ടീച്ചർ, എടി നീ ഒരു കാര്യം ചെയ്യും, കൊച്ചിനെ കൊണ്ടൊന്ന് അംഗൻവാടിയിലിരുത്തി, അല്ലാതെ ഞാൻ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നാട്ടുകാർ സ്നേഹമാണെങ്കിൽ ആരെങ്കിലും ഒരാൾ മതി എൻ്റെ ജോലി പോകാൻ, കൊച്ചിന് കൊടുത്തെന്ന് പറയും. അംഗൻവാടിയിലാക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ, അതിൻ്റെ ഒപ്പം നിങ്ങൾ ഇച്ചിരി വലിയ പാത്രം കൊടുത്ത് വിടണം, നിങ്ങൾക്ക് ഞാൻ തന്നു വിടാം. എന്നിട്ട് കുറേ നാൾ ഞങ്ങൾ ഈ സുജുഗോവിന്ദൻ്റെ ഉപ്പാവ് നിന്നിട്ടുണ്ട് മോൾക്ക് ഉണ്ട്. പിന്നെ അവിടെ പാല് മേടിച്ച് കൊടുക്കും, കുഞ്ഞു പിള്ളേർക്ക് പാലുണ്ടായിരുന്നു, അതെല്ലാ ദിവസവും ഉണ്ടായിരുന്നു. അതിന് 150 രൂപ എനിക്ക് മാസം തരും, 5 രൂപ വെച്ച് ഓരോ പിള്ളേർ അമ്മമാർ. ആ 150 രൂപ മാസം കിട്ടും. പിന്നെ എൻ്റേതായ കൊച്ചു പണികളൊക്കെ ചെയ്ത് അന്ന് ധാരാളം താണ്ടി വന്ന് ഇന്നിപ്പോൾ എൻ്റെ മോള് ജോലിക്കാരത്തിയായി. അവൾ ടാലിയൊക്കെ പഠിച്ച് ബാങ്ക് കോച്ചിങ് കഴിഞ്ഞാണ്. ടെസ്റ്റൊക്കെ എഴുതുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു പ്രൈവറ്റായിട്ട് ഇവിടെ തന്നെ വയറ്റിലേൽ ഒരിടത്ത് കയറി. അപ്പം അങ്ങനെ കുറേ മരിക്കണമെങ്കിൽ നമുക്ക് അന്നേ മരിക്കാമായിരുന്നു. മോളും അച്ഛനും നിങ്ങൾ ഒന്നിച്ച് നിന്നിട്ടില്ലേ എല്ലാം മോൾക്ക് പ്രായമായതിനൊക്കെ ശേഷം? നിന്നിട്ടുണ്ട്. പുള്ളി അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വരുന്നു, പിന്നെ പണിയിലായിരിക്കുന്ന സമയത്ത് അങ്ങ് നിൽക്കും. അല്ല പിന്നെ ഇപ്പം പണിക്ക് പോയിട്ട് ഇപ്പോൾ ഒരു 10-15 വർഷത്തിന് 10-20 വർഷമായി ശരിക്കും പുള്ളി കൊച്ചി തന്നെ സ്ഥിരം നിൽക്കണം. കൊച്ചി തന്നെ പൊറോട്ടടി തന്നെയാണ്. ഇപ്പം ചേച്ചി എന്താ ചെയ്യുന്നത്? ഇപ്പം ഞാൻ അപ്പം ഈ മോള് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ചായ കളിപ്പിക്കാൻ പോലും അറിയില്ലായിരുന്നു. അപ്പം ഈ ചിറ്റ ഉണ്ടല്ലോ, ഞാൻ ഈ അച്ചാറൊക്കെ ഇട്ട് നിന്നെ പഠിപ്പിക്കാം, നീ അതൊക്കെ പാക്ക് ചെയ്ത് കടകളിൽ കൊടുത്തിട്ട് നിൻ്റെ അഷ്ടിക്ക് നീ ചാവൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ചിറ്റ വീട്ടിൽ വന്ന് നിന്ന് മാങ്ങയും നാരങ്ങയൊക്കെ മേടിച്ചെന്ന് അച്ചാറിട്ട് പാക്ക് ചെയ്ത് അതൊക്കെ ചെയ്യാൻ പഠിപ്പിച്ച് വീടുകളിലും കടകളിലൊക്കെ സപ്ലൈ ചെയ്ത് ഞാൻ തന്നെ നടന്ന് കൊടുത്ത് മൊത്തം കൊടുത്ത് അങ്ങനെ ഞാൻ ജീവിച്ചു കുറേ നാൾ. പിന്നെ നമുക്ക് നടക്കാൻ പറ്റാതാണ് ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അത് നിർത്തും. കാലുവേദനയൊക്കെ വരുമല്ലോ. ഇപ്പം ആരും നോക്കി നടക്കല്ലേ, കുറച്ച് സാധനമല്ലല്ലോ, കുറേ സാധനങ്ങളുണ്ടാവുമല്ലോ, പല ടൈപ്പ് അച്ചാറുകൾ, അത് നിർത്തും. പിന്നെ വെറുതെ പണിക്കൂ. അങ്ങനെ പോയി ഞങ്ങൾ ചെറിയൊരു കുറി പോലെ തുടങ്ങി. അത് ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ, നമ്മുടെ ഓരോ കാലക്കേട് തന്നെ വഴിയാണേ. അത് തുടങ്ങി മാസം എടുത്ത് ഞറുക്കിടുന്ന കുറി, പിന്നെ എടുത്ത് കിട്ടിയപ്പോൾ നടത്തണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആയി. പിന്നെ അത് പൊളിഞ്ഞതുപോലെ ആയി. പിന്നെ എടുക്കുന്ന കുറികളാണെങ്കിൽ ആൾക്കാർ നടത്തിയാലല്ലേടാ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. നടത്താതായപ്പോൾ ഇപ്പോൾ അതിങ്ങനെ റോളിംഗ് ഒക്കെ വന്ന് അതിതായി. പിന്നെ ആൾക്കാരൊക്കെ വന്ന് ഭയങ്കര ബഹളമൊക്കെ കഴിഞ്ഞ് പിന്നെ അതൊക്കെ ഇങ്ങനെ സൊസൈറ്റിയിൽ നിന്നും ഭയങ്കര സമ്മർദ്ദം, ആൾക്കാർ വന്ന് അടക്കണം കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യും. അങ്ങനെയാണ് ആ വീട് വിറ്റത്. വീട് വിറ്റ് സൊസൈറ്റിയിലെ ബാധ്യത കംപ്ലീറ്റ് അടച്ച് കൊടുക്കാനുള്ളവർക്ക് കുറേ കൊടുത്ത് ഇങ്ങനെ ചുറ്റി നിൽക്കണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് കൊടുത്ത് തീർത്ത് പിന്നെ ഒന്നുമില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ പുള്ളിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ചേട്ടൻ്റെ വീട് ചേർത്തലുണ്ടായി. അപ്പം എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞ് ഇവിടെ വരണം ചേർത്തലക്ക്. അങ്ങനെ ആ ചേട്ടനെ വിളിച്ചപ്പോൾ ആ ചേട്ടനൊരു വീട് നോക്കി, വാടക വീട് നോക്കി. അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് പൈസ കൊടുക്കാനുണ്ടായിരുന്നു, ബാലൻസ്. അത് ഞാൻ പണിയെടുത്തുകൊണ്ട് തന്നെ സീഫുഡ് കമ്പനിയിലൊക്കെ പണിക്ക് പോയി മിച്ചം വെച്ച് ആഴ്ചയിലൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് തീർത്ത്. കാരണം നമ്മൾ കൊടുക്കാനുള്ള പൈസ കൊടുത്തില്ലെങ്കിൽ അതൊരു കടമായിട്ട് കിടക്കും. തീർച്ചയായും ദൈവത്തിൻ്റെ മുമ്പിലെങ്കിലും. ഇനി ഒരു ഇച്ചിരി കൂടി ഉണ്ട്, കാരണം കുറേ ബാധ്യത ഉണ്ടായിരുന്നു. ഞാൻ അതിനിടയ്ക്ക് മോളെ പഠിപ്പിക്കണം, അമ്മനെ നോക്കണം. അമ്മക്ക് വയസ്സായതാണ്, എപ്പോഴും ചുമയും ശ്വാസം മുട്ടും അസുഖങ്ങൾ. അപ്പോൾ അത് നോക്കണം, എൻ്റെ കാര്യങ്ങൾ നോക്കണം. പുള്ളി പലപ്പോഴും തന്നു. അങ്ങനെയാണ്, നമുക്ക് തല്ല് പിടിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഫസ്റ്റ് തന്നെ പറഞ്ഞു പോയല്ലോ, എഗ്രിമെൻ്റ് വെച്ചല്ലോ. അപ്പോൾ എനിക്കത് വേണം ഇത് വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാനിങ്ങനെ ആരെയും ഇങ്ങനെ കാല് പിടിക്കുന്നൊരു സ്വഭാവം എനിക്കില്ല, ഇപ്പോഴും ഇല്ല. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ഫൈറ്റ് ചെയ്തു. പിന്നെയും മരിക്കണം, എന്തിനാ ജീവിക്കണം, പക്ഷേ മരിക്കണ്ടെന്ന് തന്നെ മനസ്സുണ്ട്. അപ്പം ഞാനിങ്ങനെ മോൾ ചെറുതായിരുന്നപ്പോൾ തന്നെ ഈ വല്ലാടപാടത്ത് പനമ്പാട് ഒരു സാറിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. സാറിങ്ങനെ നോക്കിയൊക്കെ പറയുന്ന ആളാണ്, ജോസഫ് എന്നാണ് ആ സാറിൻ്റെ പേര്. പറവൂർ വെച്ച് തന്നെ ഒരു ചേച്ചി പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ ആ സാറിങ്ങനെ നോക്കിയതെല്ലാം കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. നീ തൂറിക്കൊണ്ട് തിരിഞ്ഞിരുന്ന് നിൻ്റെ അവസ്ഥയിൽ കടന്നു പോകും, നീ ആ ജോലി ചെയ്യും ഈ ജോലി ചെയ്യും. അപ്പം ഞാനിരുന്ന് ചിരിച്ചിങ്ങനെ, കൊച്ചല്ലേ, ചിരിച്ചിങ്ങനെ കേട്ടിരുന്ന് പോകും. ഈ കളിയാക്കി ചിരിക്കണതും വെറുതെ ചിരിക്കണ വ്യത്യാസം ഉണ്ടല്ലോ. ഞാൻ പെട്ടെന്നിങ്ങനെ ചിരിച്ചിരുന്നപ്പോൾ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിനെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അടിമുടി ഇങ്ങനെ നോക്കി. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കണേ ഈ സൈഡിൽ, പുള്ളി ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ അടിമുടി ഇങ്ങനെ നോക്കിയിട്ട് ഉടനെ പറഞ്ഞ് ഇങ്ങനെ നോക്കിയിട്ട്, നീ വളർത്തുമ്പോളല്ലേ, ഞാൻ അതല്ലേ, നിന്നെ മേടിച്ച് വളർത്തുന്നതല്ലേ, അച്ഛനും അമ്മയില്ല, പ്രസവിച്ച അമ്മയില്ല, സൃഷ്ടിച്ച അച്ഛനും ഇല്ലാതെ വളർത്തുമ്പോളായിട്ട് വളരെയല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ കരഞ്ഞു പോയി പെട്ടെന്ന്. അപ്പം അതുകൊണ്ട്
ഇതെല്ലാം അനുഭവിക്കണം കുട്ടി. ഉടനെ അയാൾ ടൂൺ മാറ്റി. അദ്ദേഹം, നീ ജീവിക്കണം, നീ മരിക്കരുത്. പല കാര്യങ്ങളും നിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകും, പക്ഷെ നീ മരിക്കരുത്, നീ തരണം ചെയ്യണം, ഞാൻ നിൻ്റെ കാല് പിടിക്കുക, നിനക്ക് നല്ലൊരു ജീവിതമുണ്ട്, പക്ഷെ നീ ഇതെല്ലാം അനുഭവിച്ച് പോകേണ്ടതാണ്. കഴിഞ്ഞ ജന്മം ചെയ്ത പാപങ്ങളാണിത്, അതെല്ലാം അനുഭവിക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനെന്നാ ഒരാൾ കൊച്ചല്ലേ, എനിക്ക് എൻ്റെ കൈവിട്ട് പോയാൽ ചിലപ്പോൾ മരിക്കും, എൻ്റെ അടുത്ത് ടെൻഷൻ കൂടുമ്പോൾ എനിക്ക് ശ്വാസം മുട്ട് വരും. അപ്പോൾ അതിൻ്റെ ഒരു വഴക്ക് ഹസ്ബൻഡിൻ്റെ ഉണ്ടാവും, എപ്പോഴും അസുഖമാണെന്നും പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ പല രീതിയിൽ നമ്മൾ മുറിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ താങ്ങാൻ ആരുമില്ലാതെ ഇങ്ങനെ ഒറ്റക്കൊറ്റായി പോകുന്നത് ദൈവം മാത്രമാണ്. ദൈവത്തിനോട് പരാതിയും പരിപ്പവും പറയും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് അപ്പം ഞാൻ ഈ ഇദ്ദേഹം പറഞ്ഞ കാര്യം ഓർക്കും, നീ മരിക്കരുത്, മരിക്കാൻ പോകാൻ തീരുമാനിക്കും, എന്നെ ഓർക്കണം, നീ രക്ഷപ്പെട്ടേ നീ എൻ്റെ അടുത്ത് വരണം, വന്നില്ലെന്ന് എന്നെ ഓർത്താൽ മതി കൊച്ചെ, നീ രക്ഷപ്പെട്ട് ഞാൻ എൻ്റെ കാല് പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറേ എന്നിങ്ങനെ ക്ലാസ് എടുത്ത പോലെ തന്നു. അപ്പോൾ ഞാൻ ദൈവമായിട്ട് അദ്ദേഹത്തിനൂടെ അവതരിച്ചതായിരിക്കും എന്നിങ്ങനെ ഓർത്ത്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അങ്ങനെ വന്ന് ഇനി ഈ നാട്ടിൽ വന്ന് ഈ ഓരോ ജോലികളെടുത്ത് പിന്നെ വീണ്ടും ഇപ്പോൾ അപ്പം അങ്ങനെ കൂട്ടുപിടിച്ച കുറേ കൂട്ടുകാരികളുണ്ടല്ലോ, നമ്മുടെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച, അതിലൊരാളാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് പറയുന്നത്. പണം കൊടുത്തും സ്നേഹം കൊടുത്തും വീട്ടിൽ നിർത്തിയും സഹായിച്ച. എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല, വേറെ ഒന്നുമില്ല, ഞാൻ രക്ഷപ്പെട്ടത്. അങ്ങനെ കുറേ കുതിർന്നങ്ങളൊക്കെ ചെയ്യും. ഞാൻ പ്രാർത്ഥിച്ച്, ഞാൻ വഴിപാടൊന്നും ചെയ്യാറില്ല കേട്ടോ, കാരണം എൻ്റെ അച്ഛന് വന്നൊരവസ്ഥ മറ്റൊരാൾക്ക് വരരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ തിരിച്ചടി ഉണ്ടാവും, കാലചക്രം തിരിച്ചടിക്കും. കാലം കണക്ക് നോക്കിയാൽ നമ്മളെ വിടൂല, നമ്മൾ എന്ത് ചെയ്താലും പറഞ്ഞാലും. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ എന്തൊന്നും ചെയ്യാറില്ല, എല്ലാം ദൈവത്തിലേക്ക് അർപ്പിക്കും. ദൈവമാണല്ലോ നമ്മൾക്ക് ഇതാക്കിയതെന്ന് ഓർത്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇപ്പം ചെറുതായ രീതിയിൽ ഒരു തട്ടുകടയിട്ട് അത് 3-4-5 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ബജ്ജിയും അതൊക്കെ കൊടുത്ത് 3-4-5 മാസം കഴിഞ്ഞപ്പോൾ ആരോ പാര വെച്ച് അതിൻ്റെ മുതലാളി വന്നിട്ട് ഈ സ്ഥലത്ത് ഇടാൻ പറ്റില്ല, മാറ്റി തന്നെ ഒന്നും. എനിക്ക് മരുന്ന് മേടിക്കണമെങ്കിൽ, ഒരു ഗ്യാസിൻ്റെ മരുന്ന് മേടിക്കണമെങ്കിൽ പോലും ഞാൻ പണിയെടുക്കണം. ചെരുപ്പ് മേടിക്കണമെങ്കിൽ എൻ്റെ മോള് മാറ്റുന്ന ചെരുപ്പുകളാണ് ഞാൻ ഇടുന്നത്. കുറ്റം പറയണതല്ല, നമ്മുടെ അവസ്ഥകൾ അങ്ങനെയാണ്. എനിക്കുണ്ടെങ്കിൽ എനിക്കെടുക്കാം. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ആരെയും തട്ടിച്ചും പറ്റിച്ചും നമുക്ക് ജീവിക്കണ്ടല്ലോ എന്നോർത്ത്. അപ്പം അതും വിഷമമായി. പക്ഷെ ഞാൻ കരഞ്ഞില്ല, അത് ചിലപ്പോൾ എൻ്റെ മാറ്റത്തിനുള്ളതായിരിക്കും എന്ന് ഓർത്തിട്ട് പിറ്റേ ദിവസം തന്നെ അത് പൊളിച്ച് മാറ്റി വണ്ടിയും കൊണ്ടുവന്ന് ഒരു മൂലക്കലിട്ട് ആ പറമ്പിൽ കിടപ്പുണ്ട്, അതങ്ങനെ കിടക്കുന്നു. പിന്നെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലല്ലോ, ദൈവം മാത്രമല്ലേ ഉള്ളൂ. അതവിടെ കിടക്കട്ടെ എന്ന് ഓർത്ത്. നമ്മുടെ നാടാണെങ്കിലല്ലേ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ, ഇല്ലേ? അയ്യോ അതിന് കഞ്ഞി വെച്ച് പോകാനാണ്, കാരണം നമ്മൾ വാടകയ്ക്കാണ് താമസിക്കണം. നല്ലൊരു വീടാണ് വാടക വീട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി, എൻ്റെ പൈസ ഇപ്പം ഇല്ല, പണി അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് മോളാണ് കൊടുക്കുന്നത്, ഷെയർ ഇട്ടത് അങ്ങോട്ട് പോവുകയാണ്. കാരണം ഇത്രയും നാളും വെള്ളമൊക്കെ നീന്തി നടന്ന വീട്ടിലൊക്കെ താമസിച്ച്, പിന്നെയെങ്കിലും നല്ല വീട്ടിൽ എന്തായാലും ഒരു വീടില്ല, ഉണ്ടാവുകയുമില്ല, നമുക്ക് തരാനാരുമില്ല. ജീവിക്കുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ നല്ലൊരു ഹൗസ് ഓണറൊക്കെയാണ്, അങ്ങനെ ഒരു നല്ലൊരു വീട്ടിലേക്ക് പോയി. അപ്പോൾ എൻ്റെ ബിസിനസ് വീണ്ടും ഞാൻ എടുത്ത് ഒരു യൂണിറ്റ് പോലെ എടുത്ത് ചേർത്തലിൽ തന്നെ, അതും നമുക്ക് വന്നൊരു പുള്ളിക്കാരത്തി നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് കുറേ കുപ്പിച്ചിലുണ്ടെന്ന് മുറ്റത്തിടുക, പിന്നെ കോഴിത്തല കൊണ്ടുവന്ന്, കോഴിത്തലല്ല ചാളത്തല കൊണ്ടുവന്ന് മിച്ചറിലിടാൻ നോക്കുക, ചിലർ പൈസ കൊണ്ടുവന്ന് അടുക്കളയിൽ വെക്കുക, 100 നോട്ട്, അങ്ങനെ. അപ്പോൾ അതും എനിക്കിങ്ങനെ എല്ലാം ഇങ്ങനെ മനസ്സിൽ വരും. പണി കിട്ടാൻ പോകുന്നുണ്ട്, പണി കിട്ടും, കണ്ണാടിയിൽ പോലെ ഇങ്ങനെ പറയാം. അപ്പം ഞാൻ ഈ കല്യാണം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യമൊക്കെ പുള്ളി പറയും വട്ടാണല്ലേ എനിക്ക്, വട്ടാണെന്ന് പറയും. പക്ഷെ ഞാൻ പറയുന്ന കാര്യം സംഭവിക്കുമ്പോൾ എടി അത് സംഭവിച്ച്. ഈ മാധവനില്ലേ, നമ്മുടെ സന്തോഷ് മാധവൻ, പണ്ട് പിടിച്ച ഒരാൾ, ഞാൻ പറഞ്ഞു ഇങ്ങനെ പേരൊന്നും എനിക്കറിയില്ല, ഒരു താടിയൊക്കെ ഉള്ളൊരു ആളാണ് പുള്ളി, ഇങ്ങനെ തുണിയില്ലാതെയൊക്കെ ഇരുന്ന്, ഞാൻ എന്നെ കണ്ടതാണ് ഞാൻ പറഞ്ഞത്, നീ ഇതാരോടും പറയില്ല കേട്ടാന്ന് പറഞ്ഞു. പക്ഷെ 3-ൻ്റെ ഒന്നും പുള്ളിനെ പോലീസ് നോക്കി. അപ്പോൾ പുള്ളി പറഞ്ഞാൽ ഞാൻ അറിയണം. പിന്നെ പഞ്ചാബിലാണ് അങ്ങനെ എവിടെയോ ഒരു ട്രെയിൻ ദുരന്തം, അത് ഞാൻ പറഞ്ഞായിരുന്നു, അത് നടന്നു. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റും. പിന്നെ ഒരാളിപ്പം മരിക്കാൻ പോയാണെങ്കിലും ആൾ ഇന്ന ദിവസം ഇന്നപ്പം മരിക്കും, അത് ഞാൻ പറയും. അപ്പോൾ പുള്ളിക്ക് പിന്നെ പുള്ളി പറഞ്ഞു, നിങ്ങളൊരു പെണ്ണായിട്ട് നിന്നോട് നിന്ന് സംസാരിച്ചില്ലേ, എന്നാ നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞ് ആ പെണ്ണ് ഇങ്ങോട്ട് തിരിഞ്ഞ് ആ പെണ്ണിട്ട ഡ്രസ്സിൻ്റെ കളർ വരെ പറഞ്ഞു. അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് ഇങ്ങനെ എല്ലാം ശരിയായി വരുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ പുള്ളി പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഇത് ആരോടും പറയാൻ നിൽക്കല്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നതേ അയ്യർദ്ര ഗേറ്റിലെ മമ്മൂട്ടിനെ പൊക്കിക്കൊണ്ടുപോലെ പൊക്കിക്കൊണ്ടുപോകും, നിനക്കിതിൽ പങ്കെണ്ടെന്ന് പറയും. ഞാനൊന്നും പറയില്ലാട്ടോ നിന്നെ ഇറക്കാൻ, അതുകൊണ്ട് ഇത് പറയാൻ നിൽക്കണ്ട. പിന്നെ ഇന്നാൾ മരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർ സമ്മതിക്കുമോ, നിന്നെ എടുത്തിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച്, അങ്ങനെ കുറേ ഞാൻ പറയാതെ. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് ഇങ്ങനെ. പിന്നെ ഈ പ്രേതങ്ങളെയൊക്കെ എനിക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ചേർത്തല തന്നെ ഞാൻ ചെന്ന ആ യൂണിറ്റിൻ്റെ തൊട്ട് ബാക്കിലൊരു വീടുണ്ട്, 2 നില വീട്.
എനിക്കറിയില്ല അവിടെ ആളില്ലെന്ന്. ഞാനവിടെ കത്തിച്ച പോകാൻ പനി. അപ്പോൾ അടുക്കളയിൽ ഭയങ്കര തട്ടുമുട്ടൊക്കെ. ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കും, ഈശ്വര അവർ വന്ന് ചീത്ത പറയല്ലേ, കാരണം അടച്ചിട്ട വീടാണ്, അപ്പോൾ കുറേ വേസ്റ്റ് ഉണ്ടാവും കത്തിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞ് ഈ ചേച്ചിമാരോട് പറഞ്ഞേ, കുറേ ഉണ്ടായി, നിങ്ങൾ എന്നെക്കും ഞാനാ കത്തിച്ച് എന്ന് പറഞ്ഞു. അവർ വന്ന് ചീത്ത പറയുമെന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചു പോയി. അപ്പോൾ ഇവർ പറഞ്ഞു അവിടെ ആരുമില്ല. പിന്നെ അവിടെ അടുക്കളയിൽ നല്ല പണി ഇല്ല, എത്രയോ മാസമായിട്ട് അടച്ചിട്ടേക്കിനാണ്. അവിടെ ഉണ്ടായിരുന്ന ആൾ പെട്ടെന്ന് കുളിമുറിയിൽ നിന്ന് കുളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മരിച്ച് കിടന്ന് അറ്റാക്ക് വന്നു. അവിടെ ആരുമില്ല. ഞാൻ പറഞ്ഞു ഞാൻ കേട്ടതാണെന്ന് പറഞ്ഞപ്പോഴാണ് അപ്പം എന്താണ് ഞാനിത് കേൾക്കും തട്ടുമുട്ടൊക്കെ. അപ്പം അവിടെ ആരും വന്ന് താമസിച്ചാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാൽ അവർ പോകും, അങ്ങനെയാണെന്ന് ഇവർ പറഞ്ഞായിരുന്നു. ഒരു ദിവസം ഞാൻ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകാൻ നമ്മുടെ ബാക്കിലേക്ക് വന്നപ്പോൾ ഗ്ലാസിൻ്റെ ജനലാണ്. ഇന്നിപ്പോൾ ആരും ഇങ്ങനെ നിൽക്കണ ഒരാണ് ഇതിങ്ങനെ ജനലിൽ കൈ വെച്ചിട്ടുണ്ട്, നേക്കഡാണ് കംപ്ലീറ്റ്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കി, പുള്ളി എന്നെ നോക്കി കണ്ട്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങനെ കണ്ട് വെളുത്തിട്ടൊരാൾ. ഞാൻ ഈ വേസ്റ്റ് ഇങ്ങനെ ഇട്ടിങ്ങനെ ഇട്ടിടലും പുള്ളി ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ, അപ്പം നോക്കി ബാക്കിലേക്ക് ഇങ്ങനെ പോയിട്ട് മാഞ്ഞു പോയി. അപ്പോഴെനിക്ക് പെട്ടെന്ന് ക്ലിക്കായത്. ഞാൻ കഴുകാതെ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് വന്നിട്ട് എന്നുവെച്ചാൽ അവിടെ ആരും ഇല്ല. ഞാനിങ്ങനെ ഒരാളെ കണ്ട്, നേക്കഡായിട്ടൊരാളെന്ന്. അപ്പോഴാണ് ഇവർ പറയണത് അവിടെ ഡ്രസ്സൊന്നും ഇല്ലാതെ വെറുതെ കിടക്കണേന്ന് ഞങ്ങൾ വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ കാണാനൊക്കെ പറ്റും. തൊട്ടിപ്പോൾ താമസിക്കുന്ന വീട്ടിലെ ചേച്ചി, അപ്പുറത്തെ വീട്ടിലെ ചേച്ചി മരിച്ചിട്ടും എനിക്ക് രാത്രിയൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ തുറന്നിടുമ്പോൾ ജനലിക്ക് കൂടി ആ ചേച്ചിയോട് ഇരിക്കണ കാണാം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ രാത്രി ഉണ്ണിയപ്പം ഉണ്ടാക്കാറില്ല, മേടിച്ചിട്ട്. ഉണ്ണിയപ്പം ഉണ്ടല്ലേ വിൽക്കുന്നുണ്ട്? ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ സ്റ്റോക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകുന്ന എന്താണല്ലോ ചേച്ചി. കുറേശ്ശെയാണ് കേട്ടോ, കൂടുതലൊന്നുമില്ല, കുറേശ്ശെ ചെയ്യാൻ. ലൈഫിൽ നമ്മൾ പൊരുതി നേടണം. ഒരു ഇത്തിരി തീക്കാൻ അല്ലെങ്കിൽ ഉള്ളിലുണ്ടെങ്കിൽ മോളോട് ഞാൻ ചോദിച്ചെന്ന് പറയണം, വേറൊന്നുമല്ല. അതങ്ങനെയാണ് ചില കാര്യങ്ങൾ ചേച്ചി. നമ്മൾ ഒറ്റക്ക് നേടുന്നതല്ലേ, ഒറ്റക്ക് ഫൈറ്റ് ചെയ്യണം, നമുക്ക് താങ്ങാൻ ആരുമില്ല. ഞാനൊരു കഥ കേൾക്കുന്ന പോലെ ചേച്ചിയുടെ സിനിമ എനിക്കെല്ലാം ഫ്രെയിം ബൈ ഫ്രെയിം ആയിരുന്നു. അത് അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചു കൂട്ടി. എനിക്കറിയില്ല ചേച്ചിയോട് ഇത്രയും അനുഭവിച്ച ആളോട് ഞാൻ എന്നാ പറയുന്നത്, എനിക്കൊന്നും പറയാനില്ല. എന്താണെങ്കിലും ചേച്ചി ഞങ്ങളുടെ ഒരു ചാനലിന് ചേച്ചിയുടെ ഒരു ജീവിതം പറഞ്ഞതിന്, ഇത് ജീവിതമാണ്. ഇപ്പോഴും ചേച്ചി സ്റ്റിൽ മൂവിങ് ആണ്. ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ചേച്ചിക്ക് ഉണ്ടാവട്ടെ. അതായത് ഇല്ല വരും എന്തെങ്കിലും ഒരു ഉപകാരം ചേച്ചിക്ക്. ഇങ്ങനെ ചേച്ചി തന്നെ പറഞ്ഞു കൈവശമൊക്കെ ചേച്ചി കളയുന്നുണ്ടല്ലേ? പിന്നെ ഇങ്ങനെ നോക്കി പറയും അല്ലേ? മോന്റെ അവസ്ഥ എന്താണ്, മോൻ എന്താ അവസ്ഥയിലൂടെ കടന്നു പോകണം, അതൊക്കെ പറയാൻ പറ്റും അല്ലേ? കബഡി വെക്കലൊന്നുമില്ല, എന്റെ മനസ്സ് പറയും. അപ്പൊ എന്താണെങ്കിലും ചേച്ചിനെ കാണാൻ ആൾക്കാർ വരട്ടെ, ഞാൻ നമ്പർ ഇതിനകത്ത് കൊടുക്കാം. കാരണം അത് ചേച്ചിക്ക് ഒരു വരുമാനം ആവട്ടെ, ചേച്ചിയുടെ ലൈഫ് മുന്നോട്ട് പോകും. അല്ല, ഞാൻ അങ്ങനെ പൈസ ഒന്നും അങ്ങനെ മേടിക്കൂല. പിന്നെ ഈ കൈവശം കൊടുക്കണതിന് മരുന്ന് അത് നമുക്ക് പൈസ ആവുമല്ലോ. എന്താണെങ്കിലും ചേച്ചി അത് നോക്കി ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ എനിക്ക് പറയാനുള്ളതാണ്, ഇപ്പൊ എവിടെ നോക്കിയാലും ആത്മഹത്യകളൊക്കെ അല്ലേ, ചെയ്യരുത് സഹോദരന്മാര്. കാരണം നമുക്ക് എന്താ കപ്പലണ്ടി വിറ്റാലും നമുക്ക് ജീവിച്ചൂടെ, നമുക്ക് അന്നത്തെ അപ്പം കഴിഞ്ഞ് പോയാൽ മതിയല്ലോ, കുറേ വേണ്ട. പിന്നെ എൻ്റെ ലക്ഷ്യം ഒരെണ്ണുള്ളൂ, കുറേ പാവപ്പെട്ട ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് കിട്ടുന്നതിന് തുക മാറ്റി കുറേശ്ശെ വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു ദിവസത്തെ ഭക്ഷണം ഒരിക്കാം. ചിലപ്പോൾ ഒരു ചെരുപ്പായിരിക്കാം, ചിലപ്പോൾ ഒരു വസ്ത്രമായിരിക്കും, ചിലപ്പോൾ ഒരു ദിവസം മരുന്നായിരിക്കും, അത് കൊടുക്കുന്നുണ്ട്. ഞാൻ അത് വിപുലീകരിക്കണം. പിന്നെ റോഡ് സൈഡിലൊക്കെ നിങ്ങളുടെ പട്ടിക്കുട്ടന്മാർക്ക് അവർക്കൊരു ഷെൽട്ടർ വേണം. അവർക്ക് ആരുമില്ല, എന്നെ പോലത്തെ ഒരാളല്ലേ. അവരുടെ മുഖത്തൊക്കെ നോക്കുമ്പോൾ കണ്ടിട്ടില്ല, ഒരു അനാഥത്വമാണ്, ആർക്കുമില്ല. ഒരു വീട്ടിൽ വളർത്തുന്ന പട്ടിയുടെ മുഖവും റോഡിലിരിക്കുന്ന പട്ടിയുടെ മുഖവും നോക്കുമ്പോൾ അറിയാം. ഞാൻ ചോദിക്കാറില്ല കഴിച്ചാടാ കുറേ പട്ടികൾ എൻ്റെ കൂടെ വരും, കുറേ കിളികൾ വരും, അവർക്കുള്ളൊരു ഫുഡൊക്കെ ഞാൻ കൊടുക്കും. അപ്പം അതൊക്കെ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ബിസിനസ്സാണിത്. അതായത് എനിക്ക് ലക്ഷങ്ങളുണ്ടാക്കി കോടികളുണ്ടാക്കി കാറായിട്ടൊന്നും നടക്കാനല്ല, പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ. മനസ്സിലായില്ലേ? പഠിക്കാൻ പറ്റാത്തവർക്ക് കൊടുക്കുക, ഒരു വീടില്ലാത്തവർക്ക്. എനിക്കും പാടാക്കിയാണ്, പക്ഷേ എങ്കിലും ചിലപ്പോൾ ഒരു 100 രൂപയായിരിക്കും എനിക്ക് കൊടുക്കാൻ പറ്റണം. അത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എനിക്ക് എന്തെന്നാണ്, എനിക്ക് സ്വന്തക്കാരും ബന്ധുക്കാരും ഇല്ല. പിന്നെ ഞാനിതാണ് ആകെ കൂടി മോളാണ്. അങ്ങനെ അത് അവൾക്കൊരു ജോലിയുണ്ട്, അവളങ്ങനെ നിന്നോട്ടെ. പിന്നെ എനിക്ക് ഞാൻ സമ്പാദിക്കണം ശരിക്കും ലോകത്തിലുള്ള കുറേ അനാഥർക്ക് വേണ്ടിയിട്ടാണ്. ചേച്ചിയുടെ നല്ല മനസ്സിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ ചേച്ചി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു, ഇങ്ങനൊരു അവസരം തന്നെ, പ്ലാറ്റ്ഫോം തന്നെ. അങ്ങനെയൊന്നുമില്ല, ഇത് എൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, താങ്ക് യു.